ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സ്വനിധി യോജനയുടെ ഗുണഭോക്താക്കളുമായി കേന്ദ്രമന്ത്രി സംവദിച്ചു. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ചുമതലയേൽക്കും. സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചിരാഗ് സെൻ തരുണം പോരാട്ടം. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സ്വനിധി യോജനയുടെ ഗുണഭോക്താക്കളുമായി കേന്ദ്രമന്ത്രി സംവദിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഗാന്ധിനഗറിലെ പൻസാർ തടാകത്തിന്റെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയും കേന്ദ്രമന്ത്രി അനാച്ഛാദനം ചെയ്യും. അഹമ്മദാബാദിലെ ഗുജറാത്ത് സർവകലാശാലയിൽ നടക്കുന്ന സാഹിത്യ മഹോത്സവം പരിപാടിയിലും ശ്രീ ഷാ പങ്കെടുക്കും. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീ സ്വാമിനാരായൺ മന്ദിറിൽ ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടതായി ഇന്നലെ രാവിലെ 8:35 പോലീസിന് സന്ദേശം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഖാലിസ്ഥാൻ എന്ന വാക്ക് ക്ഷേത്രത്തിന് പുറത്തെ സൈൻ ബോർഡിൽ സ്പ്രേ പെയിന്റ് ചെയ്ത നിലയിലായിരുന്നു. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സംഭവത്തെ അപലപിച്ചു. പാർലമെന്റ് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്നതും MPമാരുടെ സസ്പെൻഷനും സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിന് കോൺഗ്രസ് അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ മല്ലികാർജ്ജുൻ ഖാർഗെയെ തന്റെ വസതിയിലേക്ക് ക്ഷണിച്ച് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ. ഈ സമ്മേളന കാലയളവിലുടനീളം താൻ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കത്തുകൾ നൽകിയിട്ടും സഭാ നടപടികൾ തടസ്സപ്പെടുത്തിയതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. പ്രതിപക്ഷം നടപടികൾ തടസ്സപ്പെടുത്തുന്നത് മനഃപൂർവ്വമാണെന്ന് ഉപരാഷ്ട്രപതി ആരോപിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കണ്ണൂർ ജില്ലയിൽ ചൊവ്വാഴ്ച രാവിലെ തളിപ്പറമ്പ് നഗരസഭയിലും ഉച്ചയ്ക്ക് ആന്തൂർ നഗരസഭയിലും യാത്ര എത്തിച്ചേരും. ഗ്രാമപ്രദേശങ്ങളിലെ യാത്ര ചൊവ്വാഴ്ച പായം, അയ്യൻകുന്ന് പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. മറ്റ് ജില്ലകളിലും യാത്ര ചൊവ്വാഴ്ച പുനരാരംഭിക്കും. സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ജനൌഷധി മരുന്നുകളുടെ പരിചയപ്പെടുത്തൽ, വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷ സ്വീകരിക്കൽ എന്നിവ പര്യടന കേന്ദ്രങ്ങളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ വേദികളിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് അനുഭവങ്ങൾ പങ്കുവച്ച ഗുണഭോക്താക്കൾ. കർഷകർക്ക് ഏറെ പ്രയോജനകരമായ പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധിയെന്ന് കോഴിക്കോട് നിന്നുള്ള കർഷകൻ ഉണ്ണി മാധവൻ നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. കിസാൻ സമ്മാൻ നിധി സെൻട്രൽ ഗവൺമെൻറ് ജനങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സഹായമാണ്. അതിൻ്റെ കൃത്യതയാണ്. നമ്മളെ ഒരു ദിവസം വൈകാണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് വളരെ സഹായമുള്ളൊരു പദ്ധതിയായിട്ടാണ് അത് എനിക്ക് അനുഭവപ്പെടുന്നത്. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി ചുമതലയേൽക്കും. മുന്നണി കൺവീനർ EP ജയരാജനാണ് ഇക്കാര്യം അറിയിച്ചത്. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ഈ മാസം 29 നടക്കും. ഇരുവരുടെയും വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നും LDF കൺവീനർ വ്യക്തമാക്കി. പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രിമാരായ ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ എന്നിവർ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറി. ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകി. ഈ മാസം 22 ഹാജരാകാൻ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അദ്ദേഹം ഹാജരായിരുന്നില്ല. അടുത്ത മാസം 5 ഹാജരാവാനാണ് EDയുടെ പുതിയ സമൻസ്. ഡൽഹിയിലെ സർക്കാർ ആശുപത്രികളിൽ ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വിതരണം ചെയ്ത സംഭവത്തിൽ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത ലഫ്റ്റനന്റ് ഗവർണർ. മരുന്നുകൾ നിലവാരമുള്ളതല്ലെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഡൽഹി സർക്കാർ ആശുപത്രികളിൽ ഇപ്പോഴും ഈ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ആരോപിച്ചു. സംഭവത്തിന് പിന്നാലെ ഡൽഹി ആരോഗ്യമന്ത്രി സൌരഭ് ഭാരദ്വാജ് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കൊൽക്കത്തയിൽ നടക്കുന്ന ലോഖോ കൊന്ദേ ഗീതാ പഥ് പരിപാടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു.
അർത്ഥപൂർണമായ ജീവിതം നയിക്കാനുള്ള വഴികാട്ടിയും വിവേകം ഉണർത്തുന്നതുമാണ് ഗീതയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഗീതാപഥ് പരിപാടിക്ക് ഇന്ന് രാവിലെ തുടക്കമായി. 100,000-ഓളം പേരുടെ കൂട്ടായ ഭഗവത്ഗീത പാരായണം ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി നടക്കുന്നുണ്ട്. ജമ്മു കശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ നടന്ന ഭീകരാക്രമണത്തിൽ 3 സാധാരണ പൌരന്മാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച സൈന്യം. ആക്രമണത്തിൽ 4 സൈനികരും വീരമൃത്യു വരിച്ചിരുന്നു. സുരൻകോട്ട് പ്രദേശത്തെ ദേരാക്കി ഗലിയിൽ വ്യാഴാഴ്ചയാണ് ആക്രമണം നടന്നത്. മരിച്ചവരുടെ ആശ്രിതർക്ക് സർക്കാർ നഷ്ടപരിഹാരവും ജോലിയും പ്രഖ്യാപിച്ചു. അതിനിടെ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകരരെ കണ്ടെത്തുന്നതിനായി സുരക്ഷാ സേന തിരച്ചിൽ ശക്തമാക്കി. അതിർത്തി ജില്ലകളായ രജൌരി, പൂഞ്ച് എന്നിവിടങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചു. സൈന്യവും പോലീസും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ജമ്മു കശ്മീരിൽ ബാരാമുള്ള ജില്ലയിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയേറ്റ് മരിച്ചു. മുഹമ്മദ് ഷാഫി എന്നയാളാണ് കൊല്ലപ്പെട്ടത്. ഗൺമുള്ള ഗ്രാമത്തിലെ ഒരു പള്ളിയിൽ നമസ്കാരത്തിനെത്തിയ ഇദ്ദേഹത്തിന് നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ആക്രമണത്തിന് പിന്നിലുള്ളവരെ പിടികൂടാനായി സുരക്ഷാസേന പ്രദേശം വളഞ്ഞിരിക്കുകയാണ്. ഗുവാഹത്തിയിൽ നടക്കുന്ന 85ാമത് സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചിരാഗ് സെൻ തരുൺ എമ്മുമായി ഏറ്റുമുട്ടും. ചിരാഗ് സെൻ കിരൺ ജോർജിനെയും തരുൺ ഭരത് രാഘവിനെയും സെമിയിൽ പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ പ്രവേശിച്ചത്. വനിതാ സിംഗിൾസ് ഫൈനലിൽ തൻവി ശർമ്മ അൻമോൽ ഖർബിനെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് ജയം. 4ാം ദിവസം ബാറ്റിംഗ് പുനരാരംഭിച്ച ഓസ്ട്രേലിയ 261 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. 75 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയിക്കുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും. രാത്രി 8 മണിക്ക് കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. മത്സരത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോ അധിക സർവീസ് നടത്തുമെന്ന് അറിയിച്ചു. ഇന്ന് വൈകിട്ട് 5:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി ഏറ്റുമുട്ടും. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ തീരത്തിന് സമീപം ആക്രമിക്കപ്പെട്ട ജപ്പാന്റെ ഉടമസ്ഥതയിലുള്ള കെമിക്കൽ ടാങ്കറിലേക്ക് ഡ്രോൺ തൊടുത്തത് ഇറാനിൽ നിന്നെന്ന് അമേരിക്ക. ഇന്നലെ ഇന്ത്യൻ തീരത്ത് നിന്ന് 200 നോട്ടിക്കൽ മൈൽ അകലെയാണ് ആക്രമണം നടന്നതെന്നും സംഭവത്തിൽ ആളപായമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും പെന്റഗൺ റിപ്പോർട്ട് പറയുന്നു. ഹമാസിനെതിരെ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായാണ് ഇറാൻ നേരിട്ട് കപ്പലുകളെ ആക്രമിക്കുന്നതായി പെന്റഗൺ ആരോപിക്കുന്നത്. ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിൽ സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ വിന്റർ റോസ് ഷോയ്ക്ക് ഇന്നലെ തുടക്കമായി. ഇന്ത്യ ആഫ്രിക്ക ഫ്രണ്ട്ഷിപ്പ് റോസ് ഗാർഡനിലാണ് 2 ദിവസത്തെ പുഷ്പമേള നടക്കുന്നത്. ന്യൂഡൽഹി മുനിസിപ്പൽ കൌൺസിൽ റോസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുമായി സഹകരിച്ചാണ് പ്രദർശനം ഒരുക്കിയത്. മുല്ലപ്പെരിയാർ ഡാമിൽ ജലനിരപ്പ് 141 അടിയായി ഉയർന്നതിനെ തുടർന്ന് തമിഴ്നാട് സർക്കാർ 2ാം ഘട്ട പ്രളയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയാണ് ജലനിരപ്പ് 141 അടിയിലേക്ക് എത്തിയത്. 142 അടിയാണ് റൂൾ കർവ് ലെവൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ വൃഷ്ടിപ്രദേശത്ത് മഴയില്ലായിരുന്നെങ്കിലും നീരൊഴുക്ക് ഒരേ നിലയിൽ തുടർന്നതും തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചതുമാണ് ജലനിരപ്പ് ഉയരാൻ കാരണം. ഈ വർഷം ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള കാലയളവിൽ ഊർജ്ജ ഉൽപാദനത്തിൽ 7.71% വളർച്ച കൈവരിച്ച ഇന്ത്യ. കൽക്കരി അധിഷ്ഠിത ഊർജ്ജ ഉൽപാദനത്തിൽ രാജ്യം 11.19% വളർച്ച നേടിയതെന്ന് കൽക്കരി മന്ത്രാലയം അറിയിച്ചു. നവംബർ വരെയുള്ള ആഭ്യന്തര കൽക്കരി അധിഷ്ഠിത ഊർജ്ജ ഉൽപാദനം $779.1 ബില്യൺ ആയി. ഊർജ്ജ ഉപയോഗത്തിൽ ഇന്ത്യ 3ാം സ്ഥാനത്താണെന്നും വാർഷിക വൈദ്യുതി ആവശ്യകത 4.7% വർദ്ധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. നിയമനിർമ്മാണത്തിൽ രാജ്യത്ത് സമീപകാലത്തുണ്ടായ മാറ്റങ്ങൾ വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനുള്ള അനിവാര്യമായ ചുവടുവയ്പ്പുകളാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. ഇന്നലെ UAEയിലെ ഫുജൈറയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത് ഭാരത് സാക്ഷാത്കരിക്കുന്നതിന് സജീവമായി സംഭാവന നൽകാൻ അദ്ദേഹം UAEയിലെ ഇന്ത്യൻ സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ പരിപാടിയിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ ഹമാസ്, മറ്റ് സംഘടനകൾ എന്നിവയിൽ അംഗങ്ങളായ 200 പേരെ അറസ്റ്റ് ചെയ്തതായി ഇസ്രായേൽ. ഇവരെ ചോദ്യം ചെയ്യുന്നതിനായി തങ്ങളുടെ പ്രദേശത്തേക്ക് എത്തിച്ചതായും ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിച്ചു. തായ്വാനിൽ ഭൂചലനം. ടൈറ്റൂങ് കൌണ്ടിക്ക് സമീപമുള്ള കടലിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിൽ വിവിധ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സ്വനിധി യോജനയുടെ ഗുണഭോക്താക്കളുമായി കേന്ദ്രമന്ത്രി സംവദിച്ചു. അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രത്തിൽ ഇന്ത്യ വിരുദ്ധ ചുവരെഴുത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ആശങ്ക രേഖപ്പെടുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. കേരളത്തിൽ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാൻ LDF യോഗത്തിൽ തീരുമാനം. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിമാരായി ചുമതലയേൽക്കും. സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചിരാഗ് സെൻ തരുണം പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.